നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ശബരിമല അടക്കമുള്ള ക്ഷേത്ര മുതലുകൾ കട്ടെടുത്ത് കൊണ്ടുപോകുന്ന കമ്മ്യൂണിസ്റ്റ് നരഭോജികളുടെ വാർത്തകൾ ഓരോ നിമിഷവും കണ്ടുകൊണ്ടിരിക്കുന്നു. ശബരിമല മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നൂറുകണക്കിന് ക്ഷേത്രങ്ങളിലെ ക്ഷേത്ര സ്വത്തുവകകൾ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന സഖാക്കന്മാർ, കമ്മ്യൂണിസ്റ്റ് നരഭോജി ദുഷ്ടവർഗത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ. ഈ സമയത്തൊക്കെ ഓരോ വിശ്വാസിക്കും മനസ്സിൽ ഒരു തവണയെങ്കിലും ചോദ്യം ചോദിക്കുന്ന രീതിയിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ്, ശബരിമല അയ്യപ്പസ്വാമി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ശബരിമല ധർമ്മശാസ്താവായിക്കോട്ടെ, ഈ സ്വാമിമാർക്കൊന്നും ഈ നമ്മുടെ ഭഗവാന്മാർക്കൊന്നും അവരുടെ സ്വത്തുവകകളായുള്ള സ്വർണ്ണമടക്കമുള്ള വകകൾ അടിച്ചോണ്ട് പോകുന്ന ഇവരെ നിയന്ത്രിക്കാൻ, അതല്ലെങ്കിൽ ഇവരിൽ നിന്ന് തങ്ങളുടെ സ്വത്തുവകകൾ രക്ഷിക്കാൻ ആവില്ല എന്നുള്ളത് അതൊരു ആദ്യത്തെ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് സംസ്കൃത പണ്ഡിതനായിട്ടുള്ള ശരത് കുമാർ അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. അത് ആദ്യത്തെ ചോദ്യം ഇതാണ്. ആ ചോദ്യത്തിനുള്ള മറുപടി തന്നെ നമുക്ക് ആദ്യം കേൾക്കാം, കേട്ടു നോക്കാം. നമസ്കാരം ബൈജുട്ടാ. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ഹിന്ദു ജനങ്ങള് പ്രാർത്ഥിക്കുന്ന ഭഗവാന്മാരുടെ ആ ഒരു ശക്തി, അതിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഈ ഒരു കാര്യങ്ങൾ പലരുടെ ഉള്ളിൽ വരുന്നത്. ഇതിനൊക്കെ കാരണമായിട്ട് പല മെസ്സേജുകളും പ്രചരിക്കുന്നുണ്ട്. അതായത് ഒരു മുത്തശ്ശിയുടെ മാല നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലെങ്ങനെയാന്ന് വെച്ചാല്, മുത്തശ്ശി മാല നഷ്ടപ്പെട്ടപ്പോ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തപ്പോ പോലീസ് ഉദ്യോഗസ്ഥർ പറയാണ്, മുത്തശ്ശിയോട് പറയാണ്, മുത്തശ്ശി നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. അപ്പൊ മുത്തശ്ശിയുടെ ഉള്ളിൽ ചിന്ത വരുന്നത് എന്താ വെച്ചാല്, ഇതിനേക്കാളും വലിയ സ്വർണം പോയിട്ടുള്ള ഭഗവാൻ അതിന് ഒന്നും ചെയ്യാൻ പറ്റണില്ല. അപ്പൊ എന്റെ ഈ മാലയുടെ കാര്യം ഇങ്ങനെയാ ഞാൻ ഭഗവാനോട് പോയി പറയാന്നുള്ളതാണ് ഇതിലെ ഒരു കഥ സാരമായിട്ട്, ഒരു സരസമായിട്ട്. ഈ ഹിന്ദുക്കൾ ഇങ്ങനെയാണല്ലോ, വിവേകശൂന്യരായതുകൊണ്ട് കുറെ അധികം ആൾക്കാർ ഇതിനെ ഒരു തമാശ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പ്രചരിപ്പിക്കും. പക്ഷെ ഇതിന്റെ ഉള്ളില് ഇൻഡയറക്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് നമ്മുടെ ഉപബോധ മനസ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഈശ്വര വിശ്വാസത്തിനും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു അടിസ്ഥാനമായിട്ട് ഇരിക്കുന്ന കാര്യം. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു മനസ്സിൽ ഇങ്ങനെയുള്ള ഒരു ചെറിയൊരു നമ്മളറിയാതെ വന്നുകൂടുന്ന ഈ സംഭവങ്ങള് നമ്മുടെ പരോക്ഷമായിട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതായത് നമ്മുടെ ഈശ്വരവിശ്വാസത്തിൽ ഇതിന് വ്യതിയാനം ഉണ്ടാക്കാൻ ഈ ഒരു ചിന്തയ്ക്ക് പറ്റും. അപ്പൊ അങ്ങനെയുള്ള മെസ്സേജുകൾ നമ്മുടെ കൈകളിലൂടെ തന്നെ ഇത് പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇതിനൊക്കെ മറ്റ് അന്യമതസ്ഥരായിട്ടുള്ള ഹിന്ദു വിശ്വാസങ്ങളെ തകർക്കണം എന്നുള്ള വിശ്വസിക്കുന്നതായിട്ടുള്ള നിരീശ്വരവാദികളും ഇതിനൊക്കെ കാരണമാവുന്നുണ്ട്. അപ്പൊ ഈ ഒരു സംഭവത്തില് ഈ ഈശ്വര ചൈതന്യം എന്താണെന്നാണ് നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഭഗവാന്മാര് ഒന്നും തന്നെ നമ്മൾ കൊടുക്കാതെ ഒരു സാധനം നമുക്ക് തരില്ല. നമ്മൾ കൊടുത്താൽ നമുക്ക് ചിലപ്പോൾ 10 ഇരട്ടി നമുക്ക് തരും. അതുപോലെ തന്നെ നമ്മളൊന്നും കൊടുക്കണില്ല. നമ്മളെ അർപ്പിതമായിട്ടുള്ള മനോഭാവവും അതുപോലെ തന്നെ നമ്മുടെ ഒരു നീതിനിഷ്ഠ, സത്യബോധം, ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാതെ നമ്മളൊരു ഈശ്വര ചൈതന്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പ്രയത്നം ചെയ്താല് അത് നമുക്കൊരു ഗുണം അതിന് സൃഷ്ടിക്കാൻ സാധിക്കില്ല. നമ്മൾക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടു കൂടിയിട്ട് നമ്മളൊരു ആരാധന വിഗ്രഹത്തെ അതിന്റെ ചിട്ടവട്ടങ്ങൾ അനുസരിച്ച് നല്ല രീതിയിൽ അതിന്റെ ചൈതന്യത്തിനെ നിലനിർത്താൻ വേണ്ട കർമ്മങ്ങളൊക്കെ അവിടെ നടത്തിയാൽ മാത്രമേ അതിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ നമുക്ക്. അതായത് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് വരെ ഭഗവാൻ ചേല കൊടുക്കുന്നത്, ഭഗവാന് കൈ മുറിഞ്ഞപ്പോ കെട്ടിക്കൊടുത്ത പാഞ്ചാലിയുടെ തന്നെ മഹാറാണി ആയിരുന്നല്ലോ. അപ്പോ ആ മഹാറാണിയുടെ സ്വന്തം ചേല കീറിയിട്ടാണ് ഈ കയ്യിൽ കെട്ടിക്കൊടുക്കണേ. അപ്പൊ ആ കെട്ടിക്കൊടുത്ത ആ ഒരു ഇതിനുള്ള നന്ദിയാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു തിരിച്ചുള്ള ഒരു പ്രതിഫലനാണ് ഭഗവാന്റെ ഭാഗത്തു നിന്നുള്ള ആ വസ്ത്രാക്ഷേപ സമയത്തുള്ള സ്വന്തം ഭാഗത്തു നിന്നുള്ള പ്രവർത്തനമായിട്ട് നിർത്താതെ ചേല കൊടുത്തു എന്നൊക്കെ പറയുന്ന ആ കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ നമ്മൾ കഥയായാലും ശരി, ഇനിയിപ്പോ പുരാണങ്ങളായാലും സംഭവമായാലും ശരി, അതൊക്കെ നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ എന്താണോ ഭഗവാന് കൊടുക്കുന്നത്, ഭഗവാൻ ഒന്നും ഭഗവാന്റെ ചരിത്ര കാലഘട്ടങ്ങളിലുള്ള കഥകളിൽ ഒന്നിലും ഭഗവാൻ സ്വയം അങ്ങോട്ടൊന്നും ഇങ്ങോട്ട് കിട്ടാതെ ഒന്നും കൊടുക്കണില്ല. ഇങ്ങോട്ട് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേ രീതിയിലാണ് ഭഗവാൻ അങ്ങോട്ട് പ്രവർത്തിക്കുന്നത്. ചിലപ്പോൾ അതിന്റെ 10 ഇരട്ടിയോ 20 ഇരട്ടിയോ 100 ഇരട്ടിയോ നിങ്ങളുടെ വിധി പോലെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതല്ലാതെ നമ്മൾ ഈ ചൈതന്യത്തിനെ നിലനിർത്താൻ, ഇപ്പോ ശബരിമലയുടെ കേസായാലും കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം ആയാലും ഏത് തരത്തിലുള്ള എവിടെയുള്ള മോഷണങ്ങളായാലും അതുപോലെ തന്നെ അവിടുത്തെ ചൈതന്യ ലോപങ്ങളായാലും വന്നു ഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരായിട്ടുള്ള ഒരു ഭക്തർ തന്നെയാണ്. അതായത് ഈ ഭക്തന്മാരുടെ ശ്രദ്ധ വളരെയധികം ഭഗവാൻ എന്തൊക്കെ നടക്കണം, ഭഗവാൻ എന്തൊക്കെ നടക്കണ്ട എന്നുള്ളത് ദേവഹിതം എന്നുള്ള കാര്യം ചിന്തിച്ചിട്ട് വേണം അവിടെ പ്രവർത്തിക്കാൻ. ഒരു അമ്പലത്തിലെ സ്വർണം എന്തെങ്കിലും എടുത്തു മാറ്റുകയാണ്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അവിടുത്തെ അമ്പലത്തിന്റെ ദേവന്റേതായിട്ടുള്ള സ്വത്തിൽ എന്തെങ്കിലും ഒരു നിയമനിർമ്മാണ പ്രവൃത്തികൾ അല്ലെങ്കിൽ നിർമ്മാണ പ്രവൃത്തികൾ എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ നടത്തുകയാണെങ്കിൽ ആ സമയത്ത്
അത് ഭഗവാനോട് അനുവാദം ചോദിക്കണം. ദേവപ്രശ്നം എന്ന് പറഞ്ഞ രീതി തന്നെ അതിനാണ്. അതായത് അതിന് അനുവാദം ചോദിച്ചിട്ട് വേണം അതിൽ എന്തെങ്കിലും ഒരു രീതിയിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള സംവിധാനങ്ങൾ അതിന്റെ വേണ്ട മൂല്യം കൽപ്പിക്കാതെ ഓരോരുത്തർ കാര്യക്കാരായി വെച്ചുകൊണ്ട് അവരുടെ ഇഷ്ടം പോലെ അവർ കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ അവിടുത്തെ ഭഗവാൻ ഇതിനും കാണാതിരിക്കില്ല. അവിടുത്തെ ചൈതന്യങ്ങൾക്ക് ലോപം വരുന്നത് എങ്ങനെയാ വെച്ചാൽ അവിടെ നടക്കുന്ന ശരിയായിട്ടുള്ള പൂജാവിധാനങ്ങൾ നടക്കാതിരിക്കുക, ശരിയായിട്ടുള്ള ആത്മാർത്ഥതയോട് കൂടിയിട്ടുള്ള അതിന്റെ ചിട്ടവട്ടങ്ങൾ പാലിക്കാത്ത തന്ത്രികള്, അതുപോലെ പൂജാരിമാര്, ഇങ്ങനെയുള്ള ആൾക്കാർ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ വളരെ പരിശുദ്ധമായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക. ഇതൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ അവിടുത്തെ ചൈതന്യത്തിൽ ലോപം സംഭവിക്കും. ചൈതന്യ ലോപം സംഭവിച്ചാൽ അവിടെ കോപമല്ല ഉണ്ടാവുക. ചൈതന്യമുള്ള ഒരു മൂർത്തിക്ക് കോപിക്കാൻ സാധിക്കും. വളരെ ചൈതന്യവക്തായിട്ടുള്ള ഒരു മൂർത്തിയാണ് അവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആ മൂർത്തിക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ ആരെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അവരനെ പുറത്തു നിന്നോ പ്രകൃതി വഴിയോ അതല്ലെങ്കിൽ അകത്തു നിന്ന് നമ്മുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അതിലൂടെ അതിനെ തടയാനുള്ള ഒരു ശക്തി നമ്മളിലേക്ക് വന്നു ചേരും. പ്രകൃതി സ്വയം സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അതുകൂടാതെ ഇതൊക്കെ വെളിച്ചത്ത് വരാനുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടാവാം. അപ്പൊ ഇത് ചൈതന്യമുള്ള ഒരു മൂർത്തിയാണെങ്കിൽ ആ മൂർത്തിക്ക് അതിൻ്റെതായിട്ടുള്ള കഴിവുകൾ ഉണ്ടായിരിക്കും. ഇതുപോലുള്ള ഈ ചൈതന്യം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മൾ അവിടെ കൊടുക്കുന്ന പൂജാവിധാനങ്ങൾ അനുസരിച്ച് അവിടെ നിന്ന് അവിടുത്തെ ആരാധന ദേവതയ്ക്ക് അനുസരിച്ചുള്ള ചില പ്രതിപ്രവർത്തനങ്ങൾ, എന്തൊരു പ്രവർത്തിക്കും ഒരു പ്രതിപ്രവർത്തനം ഉണ്ടെന്നാണല്ലോ നമ്മുടെ മോഡേൺ സയൻസ് അനുസരിച്ച് പറയുന്നത്. അതേ രീതിയിൽ എന്താണോ അവിടെ നടക്കുന്ന പ്രവൃത്തി അതിനനുസരിച്ചുള്ള പ്രതിപ്രവർത്തനങ്ങൾ അവിടെ നിന്നുണ്ടായിരിക്കും. അപ്പൊ ഈ ശക്തി ഇല്ലാത്ത ഒരു യന്ത്രം വെച്ചു, നമ്മളൊരു മോട്ടർ വെച്ചു, ആ മോട്ടർ ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ സജ്ജമാണെങ്കിൽ മാത്രമേ നമ്മൾ വൈദ്യുതി പ്രവഹിപ്പിച്ചു കഴിഞ്ഞാൽ വെള്ളം വരുള്ളൂ, അല്ലെങ്കിൽ ആ യന്ത്രം പ്രവർത്തിക്കുള്ളൂ. അതല്ലാത്തടത്തോളം കാലം ആ മോട്ടറിനുള്ള ശരിയായിട്ടുള്ള അതിന്റെ ഫങ്ഷൻസുകളൊന്നും ഇല്ലാത്തൊരു സാധനമാണ് അവിടെ വെച്ചിട്ടുള്ളതെന്നില്ലെങ്കിൽ അവിടേക്ക് കറണ്ട് കൊടുത്താലും വേറെ എന്തൊക്കെ ചെയ്താലും അത് പ്രവർത്തിക്കാൻ പോണില്ല. അപ്പൊ അതേ രീതിയിൽ തന്നെയാണ് ഈ ദൈവികമായിട്ടുള്ള ദേവതാ വിഗ്രഹങ്ങളുടെ എല്ലാം കാര്യങ്ങൾ. ഈശ്വരൻ എന്ന് പറയുന്നത് പരമമായിട്ടുള്ള ചൈതന്യമാണ്. അത് അളക്കാനോ അല്ലെങ്കിൽ അതിനെ കണക്കാക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. അതൊക്കെ പ്രകൃതിയിലൂടെ പുരുഷനിലൂടെയും പല രീതിയിൽ പല കാര്യങ്ങളായിട്ട് ഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ശബരിമലയിലായാലും മറ്റുള്ള സ്ഥലങ്ങളിലായാലും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ ചിട്ടവട്ടങ്ങൾ ഉണ്ടായിരുന്നത് തെറ്റിച്ചു വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് ഭഗവാനെ അഭിഷേകം ചെയ്യുന്ന നെയ്യ് പണ്ടൊക്കെ വീട്ടിൽ കറന്നുണ്ടാക്കി അത്രയും ശുദ്ധിയോട് കൂടിയിട്ടുള്ള ഒരു നെയ്യ് മാത്രമാണ് അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് അഭിഷേകം ചെയ്യുക. ഇന്നിപ്പോ എവിടെ നിന്നൊക്കെ വരുന്ന തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന നെയ്യ്, അതുപോലെ മറ്റേ വൈറ്റ് വാക്സും മറ്റുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളും കലർത്തിയിട്ടുള്ള നെയ്യ്, ഇതൊക്കെ കൊണ്ടുവന്നിട്ട് അഭിഷേകം ചെയ്തിട്ട് അതിൽ നിന്ന് ഫലം പ്രതീക്ഷിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്, മലയാള ഭാഷയിൽ പറഞ്ഞു തരാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന പൂജാ സാധനങ്ങൾ മാത്രമല്ല, ആരാണോ അവിടെ കർമ്മം ചെയ്യുന്നത് ആ കർമ്മി അതിനുള്ള യോഗ്യത വളരെയധികം എന്താ പറയാ താന്ത്രിക വിധികളില് പ്രാവീണ്യമുള്ളവരാവണം. അതുപോലെ തന്നെ പൂജാ സാധനങ്ങളായിട്ടുള്ള സാധനങ്ങളിൽ പരിശുദ്ധി കീപ്പ് ചെയ്യണവരാവണം, നിവേദ്യ കാര്യങ്ങളിൽ പരിശുദ്ധി കീപ്പ് ചെയ്യണവരാവണം, ആത്മീയമായിട്ടുള്ള ഒരു കാര്യത്തിനുള്ള മെഡിറ്റേഷൻ, ധ്യാനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നവരും ചിട്ടവട്ടങ്ങൾ, ഒരു കർമ്മിക്ക് പറയേണ്ടതായിട്ടുള്ള ചിട്ടവട്ടങ്ങളുണ്ട്. അതുപോലെ ജീവിക്കുന്നവരായിട്ടുള്ള ഒരാളെ അവിടെ പൂജാ വിധാനങ്ങൾ ഏൽപ്പിച്ചാൽ മാത്രമേ ആ ദേവന്റെ ചൈതന്യം എന്ന് പറയുന്നത്, ബിംബത്തിലെ ചൈതന്യം എന്ന് പറയുന്നത് ഒരു ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള ബ്രാഹ്മണൻ എന്നുള്ളത് ഉപയോഗിക്കണില്ല. അതായത് ബ്രാഹ്മണൻ എന്നുള്ള പദത്തിന് അർത്ഥമൊക്കെ വേറെ രീതിയിലാണ് ഇപ്പൊ വ്യാഖ്യാനിച്ചു വരുന്നത്. ബ്രഹ്മത്തെ അറിയുന്ന ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള ആ ഒരാളുടെ കുണ്ടലിനി ചൈതന്യത്തിന്റെ ഒരു അംശമാണ് ഭഗവാന്റെ വിഗ്രഹത്തിലേക്ക് ഓരോ പ്രാവശ്യവും പ്രോസസ്സ് ചെയ്ത് അതിന്റെ ശക്തി ചൈതന്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാതെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാതെ എന്നിട്ട് ഭഗവാന് ശക്തിയില്ല, ഭഗവാൻ ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞാല് അതിന്റെ ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്, വേറെ ആരുമില്ല. അതായത് ആരാണോ അവിടുത്തെ ഭക്തജനങ്ങൾ അവരാണ് അതിന് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദി. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുമ്പോൾ അതിന് യോഗ്യതയുള്ളവരെ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കഷ്ടനഷ്ടങ്ങൾ നമ്മുടേതായിട്ടുള്ള ഈശ്വരീയമായിട്ടുള്ള ചൈതന്യങ്ങൾ അനുഭവിക്കാനുള്ള സൗഭാഗ്യങ്ങളായിട്ടുള്ള സൃഷ്ടികളായിട്ടുള്ള ഈ ക്ഷേത്രങ്ങളൊക്കെ നശിച്ച് വെണ്ണീറായി പോകും. ഇനി ചൈതന്യ ലോപം വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് കൂടി പറഞ്ഞു. ചൈതന്യ ലോപം വന്നാൽ ആ ഭാഗം മൊത്തത്തിൽ അങ്ങോട്ട് പ്രകൃതി അത് മണ്ണോട് മണ്ണാക്കും. അങ്ങനെയാണ് ചെയ്യുക. അതായത് ചൈതന്യ ലോപം എന്ന് പറഞ്ഞാൽ ചൈതന്യം ഉണ്ടെങ്കിൽ അവിടെ അതിൽ നിന്ന് കോപം ഉണ്ടാവും, അതല്ലെങ്കിൽ അനുഗ്രഹം ഉണ്ടാവും. ചൈതന്യ ലോപം വന്നാൽ അവിടെ ഒരു ശൂന്യമായിട്ടുള്ള അവസ്ഥ, മൊത്തത്തിൽ പ്രകൃതി മൊത്തത്തിൽ ശൂന്യമായിട്ടുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കും. അപ്പൊ അവിടേക്ക് ഭക്തജനങ്ങളുടെ പ്രവാഹങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാലും അവിടെ ഒന്നും തടുക്കാനായിട്ടുള്ള ഒരു കാര്യങ്ങളും ഒരു സംവിധാനങ്ങളും അവിടെ ഉണ്ടാവില്ല.
അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കി എടുക്കേണ്ടത്. ശരത് കുമാർജി, മറ്റൊരു ചോദ്യമാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ക്ഷേത്ര മുതലുകൾ അടിച്ചുകൊണ്ട് പോയിട്ടുള്ള ഇവന്മാർക്കെതിരെയൊക്കെ അങ്ങ് തന്നെ കഴിഞ്ഞ ദിവസം അങ്ങയുടെ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. അതിന്റെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ആ വീഡിയോയിൽ പറയുന്നുണ്ട് മാരകമായിട്ടുള്ള മന്ത്ര കർമ്മങ്ങൾ അങ്ങ് ചെയ്യുമെന്ന്. ഇത്തരത്തിൽ മന്ത്രകർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഫലിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. എന്താണ് അതിനുള്ളൊരു ഉത്തരം എന്നുള്ളത് കേൾക്കാം നമ്മൾക്ക്. മന്ത്രപ്രയോഗങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ മാരണമെന്ന് അല്ല, ഏത് തരത്തിലുള്ള മന്ത്രപ്രയോഗങ്ങളും കർമ്മങ്ങളും ആണെങ്കിലും അത് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം ഉണ്ടാവും എന്നുള്ളത് അല്പം വൈകിയാണെങ്കിലും അല്പം കാഠിന്യം കുറഞ്ഞിട്ടാണെങ്കിലും അതിന്റെ ഫലം ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇതിന്റെ ഫലത്തിന്റെ വ്യാപ്തി, അതായത് ബലം, അത് ചെയ്യുന്ന കർമ്മീനനുസരിച്ചും ചെയ്യുന്ന കർമ്മങ്ങളുടെ രീതി അനുസരിച്ചും ജപങ്ങൾ അനുസരിച്ചും അതുപോലെ തന്നെ അതിൽ പ്രയോഗിക്കുന്ന മൂലികകൾ അനുസരിച്ചും ഏത് മന്ത്രങ്ങളാണ് പ്രയോഗിക്കുന്നത് എന്നുള്ളതനുസരിച്ചൊക്കെയാണ് ഇതിന്റെ ഫലത്തിന്റെ ഒരു ശരിയായിട്ടുള്ള ആ ഒരു അനുഭവം വരിക. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ ഈ കർമ്മങ്ങളൊക്കെ ഫലിക്കും. നമ്മുടെ ദക്ഷിണ ഇന്ത്യയിൽ പ്രധാനപ്പെട്ടതായിട്ട് പറയുകയാണെങ്കിൽ കേരളത്തിൽ ഷഡ്കർമ്മങ്ങളായിട്ടാണ് ഈ കർമ്മങ്ങളെ പറയുന്നത്. 6 കർമ്മങ്ങളാണ് ഇവിടെ നമ്മൾ നിലവിൽ ചെയ്തു വരുന്നത്. 6 കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ ശാന്തി, വശ്യം, സ്തംഭനം, വിദ്വേഷണം, ഉച്ചാടനം, മാരണം, ഇങ്ങനെയുള്ള രീതിയിലാണ് 6 കർമ്മങ്ങൾ പറയുന്നത്. ആ 6 കർമ്മങ്ങൾ ഷഡ്കർമ്മങ്ങൾ നമ്മുടെ ഉത്തരേന്ത്യയിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൽ ഉപവിഭാഗങ്ങളായിട്ട് ഇപ്പൊ വശ്യത്തിന്റെ ഉപവിഭാഗമായിട്ട് പല കർമ്മങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലെയുള്ള 8 കർമ്മങ്ങളൊക്കെ അവിടെ ആയിട്ട് അഷ്ടകർമ്മങ്ങളൊക്കെ ആയിട്ടാണ് അവിടുത്തെ പുസ്തകങ്ങൾ. എൻ്റെ അമ്മയുടെ അമ്മാവൻ ഒരാൾ ആശ്രമത്തിലൊക്കെ ആയിരുന്നു, ബോംബെയിലെ ആശ്രമത്തിലൊക്കെ ആയിരുന്നു. അപ്പൊ അവര് ഈ മറാഠി ഭാഷയിൽ ആളുടെ കയ്യിലൊരു പുസ്തകം ഉണ്ടായിരുന്നു. ആൾക്കത് മറ്റൊരാൾക്കും കൊടുക്കാത്ത ഒരു കർമ്മി ആളുടെ മരണസമയത്ത് അത് എൻ്റെ അമ്മയുടെ അമ്മാവനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഞാനും അദ്ദേഹമായിട്ട് വളരെ ഒരു ഇന്റിമസി ആയിട്ടുള്ള ഒരു ബന്ധമായിരുന്നു. അപ്പോൾ ആള് വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, ആശ്രമത്തിൽ കുക്കായിരുന്നു. അപ്പൊ ആള് ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ എനിക്ക് ചെറുപ്പകാലഘട്ടത്തിൽ ഇത് എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. എനിക്ക് ഇതിനോടൊരു താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് തന്നിട്ടുണ്ട്. അപ്പൊ ആ കർമ്മങ്ങള് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മറാഠി പുസ്തകം, എനിക്ക് മറാഠി ഭാഷ അറിയില്ല, പക്ഷെ ഈ പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് ഇതിലെ കാര്യങ്ങൾ ഇന്നതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപൂർവം ചില വാക്കുകളൊക്കെ ചിലതൊക്കെ ഒരു ചെറുപ്പകാലഘട്ടത്തിൽ അമ്മാമൻ പറഞ്ഞു തന്നതല്ലാതെ ഇതിൽ ഇന്നതാണ് കാര്യം എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ഭാഷാ പരിജ്ഞാനം എനിക്കില്ല. പക്ഷെ എന്നിരുന്നാലും ഈ പുസ്തകം വായിക്കുമ്പോൾ എനിക്കത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ഭാഷ ഉണ്ട്. അത് എങ്ങനെയാണ് എൻ്റെ കയ്യിൽ എത്തിപ്പെട്ടത് എന്നുള്ളത് എനിക്കിപ്പോഴും ആ മരിച്ച വ്യക്തി ഒരു പക്ഷേ എനിക്കത് തരാനായിട്ട് അത് കൊടുത്തേൽപ്പിച്ചതായിരിക്കാം. അത്രയും അമൂല്യമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്, അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. ഞാനതുപോലെ ഒരുപാട് നമ്മുടെ മലയാളത്തിലെ പുസ്തകങ്ങളും അതുപോലെ തന്നെ സംസ്കൃത പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊന്നും കാണാത്ത തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ ഉള്ള ഒരു പുസ്തകമാണിത്. അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജന്മത്തിൽ നിയോഗമായിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൂടി പറയണ്. അപ്പൊ ഈ തരത്തിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അച്ചട്ടായിട്ട് ഫലിക്കും. ചെയ്യുന്ന കർമ്മിയുടെ മാനസികാവസ്ഥ, മനോബലം, അതുപോലെ തന്നെ ചെയ്യുന്ന കർമ്മത്തിൻ്റെതായിട്ടുള്ള ശ്രദ്ധ, അതിൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള വസ്തുക്കൾ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മന്ത്രപ്രയോഗങ്ങൾ കൊണ്ട് സാധിക്കാത്തതായിട്ടുള്ള കാര്യങ്ങളില്ല. ഓക്കെ ശരത് കുമാർജി, ഈ ഒരു ഉത്തരം കേട്ടപ്പോൾ എനിക്ക് വന്നൊരു മറ്റൊരു സംശയമാണ്. ഇത്തരത്തിൽ മുൻപ് ഇത്തരത്തിലുള്ള കർമ്മങ്ങളും അതല്ലെങ്കിൽ ആരാധനാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അതിൽ നിന്ന് ഫലങ്ങൾ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് മറ്റൊരു ചോദ്യം. അതിനെന്താണ് അങ്ങയുടെ ഉത്തരം? അങ്ങനെ ഉണ്ട്. എന്റെ വീട്ടില് ആരാധിക്കുന്നത് ഭുവനേശ്വരി പീഠവും അതുപോലെ തന്നെ എന്റെ ഉപാസനാമൂർത്തികളെ ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഉപാസനാമൂർത്തികളായിട്ടുള്ള മൂർത്തികളെ ഞാൻ ഉപാസിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്റെ അനുഭവത്തിൽ എന്റെ ആരാധനാപീഠത്തിന്റെ അവിടെ സംഭവിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു വ്യക്തി നമ്മുടെ പരിസരത്തൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ഒരു സമയത്ത് ഈ ആരാധനാപീഠം അങ്ങരുടെ വീട്ടിലാണ് ആയിരുന്നെങ്കിൽ ഞാനത് എടുത്തിട്ടിട്ട് ഭക്ഷണം കഴിക്കും. അതിന്റെ മുകളിലിരുന്ന് ഭക്ഷണം കഴിക്കും. പണ്ടൊക്കെ പലകമുട്ടിയുടെ മുകളിലാണല്ലോ ഭക്ഷണം കഴിക്കുക. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ ഒരു വാക്ക് പ്രയോഗിച്ചു. അത് നമ്മളൊന്നും ഒരു പ്രയോഗങ്ങളും ചെയ്തിട്ടില്ല. അന്നൊന്നും ഈ എന്താ പറയാ പ്രയോഗങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ മാന്ത്രിക വിധികളെ സംബന്ധിച്ചുള്ള പഠനങ്ങളൊന്നും തുടങ്ങിയിട്ടില്ലാത്ത ഒരു കാലഘട്ടമാണ്, എൻ്റെ ഒരു ചെറുപ്പ കാലഘട്ടത്തിലാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഈ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് പോയി. അതിനുശേഷം ഒരു 6 മാസത്തിനുള്ളിൽ ആൾക്ക് ഒരു അപകടം പറ്റി, കാല് ഒടിഞ്ഞ്. അതിനുശേഷം ആളുടെ ജീവിതത്തിൽ ആൾക്ക് വയറിലൊരു വ്യാധി ഉണ്ടായി. അതിനുശേഷം എന്താ പറയാ ആശുപത്രിക്കാരെ ഏകദേശം കൈ ഒഴിഞ്ഞു എന്നുള്ള അവസ്ഥയിലായി. അവിടുന്ന് എന്തോ മനസ്സിൽ തോന്നിയിട്ടാന്ന് തോന്നുന്നുണ്ട് ആള് വീട്ടിൽ നിന്ന് 2 ആൾക്കാരുടെ സഹായത്തോടു കൂടിയിട്ട് പിടിച്ചെഴുന്നേറ്റിട്ട് വന്നിട്ട് ഒരു കുപ്പി എണ്ണ കൊണ്ടുവന്ന് വെച്ച് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു പോയി. ഇന്നും അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട്.
അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ആരാധന പീഠത്തിന്റെ മുകളിൽ നിന്നുള്ള അനുഭവങ്ങളായിട്ട് പറയാം. പിന്നെ പഴയ തലമുറകളിൽ പെട്ട ആൾക്കാരിൽ ഒരു കുടുംബത്തിലെ ഒരു 6 വ്യക്തികൾ ഒരുമിച്ച് ഒരു ധാർമ്മികമായിട്ടുള്ള രീതിയിലല്ലാതെ നമ്മളോട് പെരുമാറിയപ്പോൾ ഇവിടുത്തെ ഒരു പഴയ മുത്തശ്ശി ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപേക്ഷിച്ചപ്പോൾ ഒരു കുടുംബത്തിൽ 6 വ്യക്തികളെ ഒരുമിച്ച് ഒരു വർഷത്തിനുള്ളിൽ 6 വ്യക്തികൾ മരിക്കുക എന്ന് പറഞ്ഞാൽ അത് റയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ചരിത്രമൊക്കെ ഉള്ള ഒരു അനുഭവങ്ങളൊക്കെ എൻ്റെ അമ്മൂമ്മ പറഞ്ഞിട്ട് കേട്ടിട്ട് എനിക്കറിയാം. ഇത് എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ ഈ നേരത്തെ മുന്നേ പറഞ്ഞ കാര്യം. അപ്പോൾ ഈ കാര്യങ്ങൾ ഇതുപോലെ പ്രയോഗങ്ങൾ നടത്തിയിട്ടുള്ള അനുഭവത്തിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ നമ്മുടെ വിശ്വാസികളായിട്ടുള്ള ഇപ്പോൾ ഇതിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയതിന് ശേഷം വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ നമ്മളോട് നമുക്ക് വോയിസുകളൊക്കെ അയച്ചെന്ന് ഒരുപാട് കാണിക്കാൻ സാധിക്കും. അപ്പോൾ ബൈജുവേട്ടനും അനുഭവം ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മളൊരു എന്താ പറയാ ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് അങ്ങനെ ഉപയോഗിക്കാറില്ല. ഒരു ദക്ഷിണ സമ്പ്രദായത്തിനനുസരിച്ച് എന്തെങ്കിലും തന്നാൽ അത് വാങ്ങിക്കുക എന്നുള്ള രീതിയിലാണ് ഇതൊക്കെ ചെയ്തു കൊടുക്കാറുള്ളത്. അത് നമ്മൾ കുറെ കാര്യങ്ങൾ വിലയിരുത്തിയിട്ട് മാത്രമാണ് ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ പ്രയോഗം എന്തെങ്കിലും ചെയ്യണോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് ഗുണകരമായിട്ടുള്ള രീതിയിൽ ഒരു പൂജാവിധാനം ഒരുക്കണോ എന്നുള്ളതൊക്കെ ചിന്തിക്കാറുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ രീതികൾ. ഒരു 10 നമ്മുടെ ദേശപ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്, ആരാധന സമ്പ്രദായമാണ്. ദേശത്തെ പഴയ കാലത്തിലെ ഒരു കോമരൊക്കെ നമ്മുടെ വീട്ടിൽ പീഠത്തിന്റെ ആരാധനയായിട്ട് സൂക്ഷിച്ചു പോരുന്നുണ്ട്. അതുപോലെ തന്നെ ഭുവനേശ്വരിയുടെ 10 ഒരു വർഷങ്ങൾ തലമുറകൾ മുൻപുള്ള ഒരു ആരാധന പീഠമാണ് അവിടെ വീട്ടിൽ വെച്ചിട്ട് ആരാധിക്കുന്നത്. അപ്പൊ അതൊക്കെ അനുസരിച്ച് നമ്മൾ ഇവിടെ വിളിച്ചാൽ വിളിപ്പുറത്ത് എന്നുള്ള രീതിയിൽ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ അനുഭവത്തിലൊക്കെ ഉണ്ട്. മോഷണങ്ങളൊക്കെ പണ്ട് കാലത്ത് ഇപ്പൊ നമ്മുടെ വീട്ടിൽ മാത്രമല്ല തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ മോഷണങ്ങൾ ഉണ്ടായിട്ട് ആ തരത്തിലുള്ള കാര്യങ്ങൾ അനുഭവത്തിൽ പറയാനുണ്ട്. അതായത് നമ്മുടെ പാലിയേക്കര ടോൾ പ്ലാസ അറിയുണ്ടായിരിക്കുമല്ലോ. അപ്പൊ പാലിയേക്കര ടോൾ പ്ലാസയുടെ അടുത്തൊരു ക്ഷേത്രമുണ്ട്, ചേന്നംകുളങ്ങര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമ്പലമാണ്. ആ അമ്പലത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം എന്താ വെച്ചാൽ ആ ക്ഷേത്ര ചൈതന്യങ്ങൾ നിലനിന്നിരുന്ന കാലത്ത് നിന്ന് ഞാൻ പ്രത്യേകം എടുത്ത് പറയണം, ഇപ്പോഴത്തെ കാര്യമൊന്നും എനിക്കറിയില്ല. അപ്പോൾ ആ ക്ഷേത്ര ചൈതന്യങ്ങൾ നിലനിൽക്കുന്ന കാലത്ത് ഈ അമ്പലത്തിലെ കുറച്ച് വിലപ്പെട്ട സാധനങ്ങൾ ഒരു കള്ളം വന്നിട്ട് മോഷ്ടിച്ചു കൊണ്ടുപോകുമ്പോൾ വഴി അറിയാതെ ഈ റോഡിലേക്ക് കയറി നടക്കാൻ മാത്രമേ പറ്റുള്ളൂ. വഴി ഏത് വഴിക്കാ പോകണമെന്നുള്ളത് അറിയില്ല. അങ്ങനെ അല്ല, ആരൊക്കെ വന്നപ്പോൾ ഒരു സംശയം തോന്നിയപ്പോൾ ഇങ്ങനെ കണ്ണ് കാണാത്ത പോലെ നടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഈ സാധനം കൊണ്ട്. അപ്പൊ ഇതെന്താന്നുള്ളത് സംശയം തോന്നിയപ്പോ ഇതില് കിലിങ്ങുന്ന ശബ്ദം കേട്ടു എന്ന് പറയുന്നത്, ചെലമ്പിന്റെ അതൊരു കിലിങ്ങുന്ന ശബ്ദം കേട്ടപ്പോ അവരെന്നെ പിടിച്ചിട്ട് അങ്ങനെ സംശയം തോന്നി അത് വെളിച്ചത്ത് വന്നു. അതുപോലെ തന്നെ എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടായാലും ഇതുപോലുള്ള കാര്യങ്ങൾ ചൈതന്യമുള്ള ക്ഷേത്രങ്ങളിലെ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് അവരുടെ തലമുറകൾ മൊത്തം നശിച്ചു പോയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അടയ്ക്ക തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ദേശത്ത് തന്നെയുള്ള പ്രധാന ഇല്ലങ്ങളിൽ നിന്നൊക്കെ അടയ്ക്ക കൊണ്ടുപോയിട്ട് വിഷ്ണുമായ ഉപാസനയൊക്കെ ചെയ്തിരുന്ന ഇല്ലങ്ങളുണ്ട്. സദ്ഉപാസന കേട്ടോ, വിഷ്ണുമായിക്ക് 2 തരം ഉപാസന അല്ല 2-3 തരത്തിൽ ഉപാസനയൊക്കെ ഉണ്ട്. ഇനിയിപ്പോ ഇല്ല 5 തരം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വരുന്നവരുണ്ടാവും. അപ്പൊ അതൊന്നും നമ്മൾ പറയാനില്ല. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ ഈ ഉപാസനകൾ ചെയ്തിട്ട് അത് അവിടുന്ന് അറിയാൻ എടുത്തു കൊണ്ടുപോയിട്ട് അവരുടെ വീട് തീപിടിക്കലും അത് കഴിഞ്ഞിട്ട് സംസ്ഥാപരാധം പറഞ്ഞ് തിരിച്ചു കൊണ്ടുകൊടുക്കലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടില് ഒരു നെല്ല് പണ്ട് കഷ്ടമുള്ള കാലഘട്ടമാണ്, എന്നാലും ചോദിച്ചാൽ കൊടുക്കുന്ന ഒരു തരത്തിലുള്ള ഒരു സമ്പ്രദായം ആയിരുന്നു പണ്ടൊക്കെ നമുക്ക് അറിവുള്ളിടത്തോളം. പക്ഷെ അറിയാതെ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് അവര് തിരിച്ച് ചോര വയറ്റിന്ന് പോലും അങ്ങനെയൊക്കെ ആയിട്ട് തിരിച്ചു കൊണ്ടുപോയിട്ട് ഒരു വീട്ടിൽ കൊണ്ടുകൊടുത്ത ഒരു അനുഭവമൊക്കെ എൻ്റെ അമ്മൂമ്മ പറഞ്ഞിട്ട് എനിക്കറിയാം. അതായത് ഒരു തലമുറ മുമ്പുള്ള ഒരു അനുഭവം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ 100% ഫലിക്കും, അതല്ലെങ്കിൽ അത് ഫലിപ്പിച്ച് കാണിച്ചു തരാം എന്നുള്ളതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു വെല്ലുവിളിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ വൃശ്ചിക മാസം 1-ാം തീയതി ഇനി ഒരു മാസമല്ലേ ഉള്ളൂ. അതിന് മുമ്പ് സൗകര്യപ്പെടുകയാണെങ്കിൽ അവരവിടെ കൊണ്ടുവച്ചോട്ടെ, ഇല്ലെങ്കിൽ അതിന് കൂട്ടുനിന്നവരും അതുപോലെ തന്നെ അതിന്റെ മുതൽ കൈപ്പറ്റിയവരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് പ്രത്യക്ഷത്തിലെ അനുഭവത്തിൽ ഞാൻ കാണിച്ചു തരാം എന്നുള്ളതാണ് ഞാൻ വാക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് മന്ത്രപ്രയോഗത്തിന് നമുക്കെല്ലാം നമ്മളൊരു ട്രയൽ എന്നുള്ള രീതിയിലല്ലല്ലോ, നമുക്കിത് അനുഭവങ്ങൾ കുറെ ഉണ്ട്. ആ ബേസിൽ നമുക്കൊരു പ്രയോഗം, ഒരു മാരണ പ്രയോഗമാണ് ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ. അതിന് നമുക്ക് ഒരാളെ കൊല്ലാൻ തോന്നി അങ്ങോട്ട് കൊല്ലാന്നല്ലല്ലോ കണക്ക്. അതിനൊക്കെ ഒരു ഇതുണ്ടല്ലോ, ഒരു നിയമങ്ങളുണ്ടല്ലോ. ആ നിയമങ്ങളനുസരിച്ച് നമുക്ക് പോവാം. എന്തായാലും ഓരോ വിശ്വാസികളുടെയും മനസ്സിൽ ഉദിച്ചിട്ടുള്ള ഒട്ടേറെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ശ്രീ ശരത് കുമാർജിയുടെ ഈ മറുപടി എന്ന് വിശ്വസിക്കുകയാണ്. ശ്രീ ശരത് കുമാർ സംസ്കൃത പണ്ഡിതനാണ്, ജ്യോത്സ്യ പണ്ഡിതനാണ്. അദ്ദേഹത്തെ ബന്ധപ്പെടാനുള്ള നമ്പറുകൾ പല സ്ഥലങ്ങളിൽ ഈ വീഡിയോയുടെ ഇടയിൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ ബന്ധപ്പെടേണ്ടവർ അദ്ദേഹത്തിന്റെ ആ നമ്പർ, അത് വാട്സപ്പ് മാത്രമേ ഉള്ളൂ. ആ വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ജ്യോതിഷ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ തന്ത്ര മന്ത്ര വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ടോ അത്തരത്തിലുള്ള ഒരുപാട് സംശയങ്ങൾക്കും ആശ്വാസങ്ങൾക്കും അദ്ദേഹത്തെ ബന്ധപ്പെടാവുന്നതാണ് എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.